ഒന്ന് ദിനവൃത്താന്തം അധ്യായം 7. ഇസ്സാഖാറിന്റെ പുത്രന്മാർ തോല, പൂവ, യാശൂബ്, ഷിമ്രോൻ ഇങ്ങനെ 4 പേർ. തോലയുടെ പുത്രന്മാർ ഉസി, രഫായാവ്, യെരിയേൽ, യഹ്മായി, ഇബ്സാം, ശിമുവേൽ എന്നിവർ അവർ പിതാവായ തോലയുടെ ഭവനത്തിന് തലവന്മാരും അവരുടെ തലമുറകളിൽ പരാക്രമശാലികളുമായിരുന്നു. അവരുടെ സംഖ്യ ദാവീദിന്റെ കാലത്ത് 22,600. ഉസിയുടെ പുത്രന്മാർ ഇസ്രഹ്യാവിന്റെ പുത്രന്മാർ മീഖായേൽ, ഓബദ്യാവ്, യോവേൽ, ഇഷ്യാവ് ഇങ്ങനെ 5 പേർ. ഇവർ എല്ലാവരും തലവന്മാരായിരുന്നു. അവരോടുകൂടെ അവരുടെ വംശാവലി പ്രകാരം കുടുംബമായി സൈനികങ്ങളായി 65,000 പേരുണ്ടായിരുന്നു. അവർക്ക് അനേക ഭാര്യമാരും പുത്രന്മാരും ഉണ്ടായിരുന്നു. അവരുടെ സഹോദരന്മാരായ ഇസ്സാഖാർ കുലങ്ങളിലൊക്കെയും വംശാവലി പ്രകാരം എണ്ണപ്പെട്ട പരാക്രമശാലികൾ ആകെ 87,000 പേർ. ബെന്യാമീനർ ബേല, ബേക്കർ, യെദിയേൽ ഇങ്ങനെ 3 പേർ. ബേലയുടെ പുത്രന്മാർ എസ്ബോൻ, ഉസിയേൽ, യെരീമോത്ത്, ഈരി ഇങ്ങനെ 5 പേർ. തങ്ങളുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി വംശാവലി പ്രകാരം എണ്ണപ്പെട്ടവർ 20,034 പേർ. ബേക്കറിന്റെ പുത്രന്മാർ സെമീര, യോവാശ്, എലിയേസർ, എലിയോവേനായി, ഒമ്രി, യെരേമോത്ത്, അബിയാവ്, അനാദോത്ത്, ആലേമോത്ത്, മെത് ഇവരെല്ലാവരും ബേക്കറിന്റെ പുത്രന്മാർ. വംശാവലി പ്രകാരം തലമുറയായി അവരുടെ പിതൃഭവനങ്ങൾക്ക് തലവന്മാരായി എണ്ണപ്പെട്ട പരാക്രമശാലികൾ 20,200 പേർ. യെദിയേലിന്റെ പുത്രന്മാർ ബിൽഹാന്റെ പുത്രന്മാർ യഹൂഷ്, ബെന്യാമീൻ, യഹൂദ്, കെനയന, സെദാൻ, തർഷീഷ്, അലി, അഹീസ്, ഷാഫർ ഇവരെല്ലാവരും യെദിയേലിന്റെ പുത്രന്മാർ. പിതൃഭവനങ്ങൾക്ക് തലവന്മാരും പരാക്രമശാലികളുമായി യുദ്ധത്തിന് പുറപ്പെടുവാൻ ലെക്കപ്പുറച്ചവർ 17,200 പേർ. ഈരിന്റെ പുത്രന്മാർ ഷുപ്പീം, ഹുപ്പീം. അഹേറിന്റെ പുത്രന്മാർ ഹൂഷീം. നഫ്താലിയുടെ പുത്രന്മാർ യഹ്സേൽ, ഗൂനി, യേസർ, ഷെല്ലൂം. ബിൽഹിയുടെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാർ അവന്റെ വെപ്പാട്ടെ അരാമശ്രീ പ്രസവിച്ച അസ്രിയേൽ. അവൾ ഗിലെയാദിന്റെ പിതാവായ മാഗീരിനെ പ്രസവിച്ചു. എന്നാൽ മാഗീർ ഹുപ്പീമിന്റെ ഷുപ്പീമിന്റെ സഹോദരിയെ ഭാര്യയായി പരിഗ്രഹിച്ചു. അവരുടെ സഹോദരിയുടെ പേർ മയക എന്നായിരുന്നു. രണ്ടാമന്റെ പേര് ശെലോഫഹാദ് എന്നായിരുന്നു. ശെലോഫഹാദിന് പുത്രിമാർ ഉണ്ടായിരുന്നു. മാഗീരിന്റെ ഭാര്യ മയക ഒരു മകനെ പ്രസവിച്ചു. അവന് പേരശ് എന്ന് പേർ വിളിച്ചു. അവന്റെ സഹോദരന് ശേരശ് എന്ന് പേർ. അവന്റെ പുത്രന്മാർ ഊലാമും രേക്കമുമായിരുന്നു. ഊലാമിന്റെ പുത്രന്മാർ ബെദാൻ. ഇവർ മനുഷ്യരുടെ മകനായ മാഗീരിന്റെ മകനായ ഗിലെയാദിന്റെ പുത്രന്മാരായിരുന്നു. അവന്റെ സഹോദരിയായ ഹമ്മോ, ലേഖത്ത്, ഈഷ്, ഹോദ്, അബിയേസർ, മഹ്ല എന്നിവരെ പ്രസവിച്ചു. ഷമീദയുടെ പുത്രന്മാർ അഹിയാൻ, ശേഖം, ലിക്കഹി, അനിയ. എഫ്രീമിന്റെ പുത്രന്മാർ ശുദേലഹ്, അവന്റെ മകൻ ബേരദ്, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ എലാദ, അവന്റെ മകൻ തഹത്ത്, അവന്റെ മകൻ സബാദ്, അവന്റെ മകൻ ശുദേലഹ്, ഏസർ, എലാദ. ഇവർ ആ ദേശനിവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപകരിപ്പാൻ വിളിച്ചതുകൊണ്ട് അവർ അവരെ കൊന്നുകളഞ്ഞു. അവർ പിതാവായ എഫ്രീം ഏറെ നാൾ വിലപിച്ചുകൊണ്ടിരുന്നു. അവന്റെ സഹോദരന്മാർ അവരെ ആശ്വസിപ്പിക്കാൻ വന്നു. പിന്നെ അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു. അവൻ ഗർഭം ധരിച്ച മകനെ പ്രസവിച്ചു. തന്റെ ഭാഗത്തെ അനർത്ഥം ഭവിച്ചതുകൊണ്ട് അവന് ബെരിയാവ് എന്ന് പേർ വിളിച്ചു. അവന്റെ മകൾ ഷേര. അവൾ താഴത്തെയും മേലത്തെയും ബേത്ത് ഹോരോനും ഉസൈൻ ഷേരയും പിറന്നു. അവന്റെ മകൻ രേഷെഫും, അവന്റെ മകൻ തേലഹ്, അവന്റെ മകൻ തഹൻ, അവന്റെ മകൻ ലദാൻ, അവന്റെ മകൻ അബീഹൂദ്, അവന്റെ മകൻ എലീഷാമ, അവന്റെ മകൻ നൂൻ, അവന്റെ മകൻ യഹോശുവ. അവർ അവകാശങ്ങളും വാസസ്ഥലങ്ങളും ഏവയെന്ന് ബെഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, കിഴക്കോട്ട് നയരാനും പടിഞ്ഞാറോട്ട് ഗേസരും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, ഗസയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും വരെയുള്ള ശേഖമും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും, മനുഷ്യരുടെ ദേശത്തിനരികെ ബേത്ത് ഷെയാനും അതിന്റെ ഗ്രാമങ്ങളും, താനാക്കും അതിന്റെ ഗ്രാമങ്ങളും, മെഗിദോവ് അതിന്റെ ഗ്രാമങ്ങളും, ദോരും അതിന്റെ ഗ്രാമങ്ങളും. അവയിൽ ഇസ്രായേലിന്റെ മകനായ യോസഫിന്റെ പുത്രന്മാർ പാർത്തു. ആശേരിന്റെ പുത്രന്മാർ ഇമ്ന, ഇഷ്വ, ഇഷ്വി, ബെരിയാബ്. ഇവരുടെ സഹോദരി സേരഹ്. ബെരിയാബിന്റെ പുത്രന്മാർ ഹേബർ, ബിർസയീത്തിന്റെ അപ്പനായ മൽക്കിയർ. ഹേബർ എഹ്ഫ്ലേത്തിനെയും ശേമരിനെയും ഹോദാമിനെയും അവരുടെ സഹോദരിയായ ശൂവയെയും ജനിപ്പിച്ചു. എഫ്ലേത്തിന്റെ പുത്രന്മാർ പാസാഹ്, ബിംഹാൽ, അച്വാത്ത്. ഇവർ എഫ്ലേത്തിന്റെ പുത്രന്മാർ. ശേമരിന്റെ പുത്രന്മാർ അഹി, രോഹ്ഗ, യഹൂബ, അരാം. അവന്റെ സഹോദരനായ ഹേലമിന്റെ പുത്രന്മാർ സോഫഹ്, ഇമ്ന, ശേലശ്, ആമാൽ. സോഫഹിന്റെ പുത്രന്മാർ സൂഹ, ഹർനേഫർ, ഷുവാൽ, ബേരി, യിമ്ര, ബേസർ, ഹോദ്, ഷമ്മ, ശിൽഷ, യിത്രാൻ, ബേര. യേദറിന്റെ പുത്രന്മാർ യഫുനെ, ഇസ്പ, അര. ഉള്ളിയുടെ പുത്രന്മാർ ആരഹ്, ഹന്നിയേൽ, ഇരിസിയ. ഇവരെല്ലാവരും ആശേരിന്റെ പുത്രന്മാരായ പിതൃഭവനങ്ങൾക്ക് തലവന്മാരും ശ്രേഷ്ഠന്മാരും പരാക്രമശാലികളും പ്രഭുക്കന്മാരും പ്രധാനികളും ആയിരുന്നു. വംശാവലി പ്രകാരം യുദ്ധസേവയ്ക്ക് പ്രാപ്തരായി എണ്ണപ്പെട്ടവരുടെ സംഖ്യ 26,000 തന്നെ.